ദേശീയപാതയിൽ കൊടുകുത്തി ചാമപ്പാറ വളവിലെ അപകട മുന്നറിയിപ്പ് ലൈറ്റ് മിഴിയടച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. തീർത്ഥാടന കാലത്ത് കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും 35 മൈലിനുമിടയിൽ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടുകുത്തി ചാമപ്പാറ വളവ്. തീർത്ഥാടന കാലത്ത് ഉൾപ്പെടെ വാഹന അപകടങ്ങൾ പതിവായതോടെയാണ് തീർത്ഥാടന കാലത്തോട് അനുബന്ധിച്ച വാഹന അപകടങ്ങൾ ഒഴിവാക്കുവാനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച സേഫ് സോൺ പദ്ധതിയുടെ തുടക്കകാലത്ത് കൊടുംവളവിനോട് ചേർന്ന അപകട മുന്നറിയിപ്പ് ലൈറ്റ് സ്ഥാപിച്ചത്. ലൈറ്റുകൾ പ്രവർത്തനം ആരംഭിച്ച് 3 മാസം പിന്നിടുന്നതിന് മുമ്പേ മിഴിയടച്ചു. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ലൈറ്റ് പ്രകാശപൂരിതമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മാസങ്ങൾക്ക് മുമ്പ് ദേശീയപാതയിലെ കൊടുംവളവിനോട് ചേർന്ന് സോളാർ മുന്നറിയിപ്പ് ലൈറ്റ് സ്ഥാപിച്ചെങ്കിലും അപകടം പതിവായ ചാമപ്പാറ വളവിൽ മുന്നറിയിപ്പ് ലൈറ്റ് സ്ഥാപിക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു. നിലവിൽ പ്രവർത്തനക്ഷമതയില്ലാത്ത ലൈറ്റ് ഉണ്ടെന്ന കാരണത്താലാണ് ഇവിടെ പുതിയ സോളാർ മുന്നറിയിപ്പ് ലൈറ്റ് സ്ഥാപിക്കാതിരുന്നത്. ശബരിമല തീർത്ഥാടന കാലം പടിവാതിക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ ഈ ചാമപ്പാറ വളവിൽ സ്ഥിരം അപകടം നടക്കുന്ന ഒരു വളവാണ്, കൊടും വളവാണ്. അവിടെ സിഗ്നൽ ലൈറ്റുകളോ ഒന്നും ഇതുവരെ ഇല്ല. ഉണ്ടായിരുന്ന ലൈറ്റ് 3 മാസം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിലച്ചിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നന്നാക്കി അവിടുത്തെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് അവിടെ സ്ഥിരം വണ്ടി മറിയുന്ന ഒരു വളവാണ്. ഒരു തീർത്ഥാടന കാലത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 5 ബസ്സെങ്കിലും അവിടെ കുഴി പോകുന്നതാണ്. ആ കൊടും വളവാണ്. അതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധ വേണമെന്നും ആ ലൈറ്റ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടും. എന്നാൽ ഇതിന് 2 കിലോമീറ്റർ അകലെ പ്രവർത്തനം നിലച്ച ലൈറ്റിന്റെ കീഴെ പുതിയ സോളാർ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രികാലത്തും പുലർച്ചെയും ഈ ഭാഗത്ത് കടുത്ത മൂടൽമഞ്ഞ് ഇറങ്ങും. കൊടുംവളവിൽ പാത തിരിച്ചറിയാൻ കഴിയാത്ത വിധം മഞ്ഞുകൊണ്ട് മൂടും. ഇതാണ് ഇവിടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാൻ കാരണം. സിഗ്നൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പരിധിവരെ വാഹനങ്ങൾ വേഗത കുറയ്ക്കും എന്നതിനാൽ അപകട സാധ്യത ഒഴിവാക്കുവാൻ കഴിയും. എന്നാൽ ഈ കൊടുംവളവിൽ സിഗ്നൽ ലൈറ്റ് ഇല്ലെന്ന് മാത്രമല്ല, ഒരു റിഫ്ലക്ടർ ബോർഡ് പോലും സ്ഥാപിക്കുവാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ക്രാഷ് ബാരിയറുകൾ വാഹനാപകടം പതിവായതോടെ നാമാവശേഷമായി. തുടർന്ന് ഇവിടെ ലോഡ് കണക്കിന് കരിങ്കല്ലുകൾ നിരത്തിയാണ് കൊടുംവളവിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ വാഹന അപകടങ്ങൾ തുടർക്കഥയായതോടെ ഇവിടെ കരിങ്കല്ലുകൾ കൊക്കയിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. വാഹനയാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് ലൈറ്റും റിഫ്ലക്ടറും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.